നമസ്കാരം. ബാലതാരമായി അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന മഞ്ജിമ മോഹൻ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ്. നായക നടിയായപ്പോൾ തമിഴകത്താണ് മഞ്ജിമയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത്. തമിഴ് നടൻ ഗൗതം കാർത്തികിനെയാണ് മഞ്ജിമ വിവാഹം ചെയ്തത്. ചെന്നൈയിൽ ലളിതമായ ചടങ്ങുകളോടെ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് വിവാഹം നടന്നത്. വിവാഹ സമയത്ത് പല അഭ്യൂഹങ്ങളും സിനിമാ ലോകത്ത് പ്രചരിച്ചു. മാത്രമല്ല, വിവാഹ സമയത്ത് പോലും സോഷ്യൽ മീഡിയയിൽ താൻ ബോഡി ഷേമിംഗ് നേരിട്ടതിനെക്കുറിച്ച് മഞ്ജിമ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. പിന്നാലെ അടുത്തിടെ നടി വണ്ണം കുറച്ചതായുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ വിവാഹശേഷം തനിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ച് മഞ്ജിമ സംസാരിച്ചിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു. അതെല്ലാം കുറച്ചു മാറി. നിർബന്ധപൂർവ്വം മാറ്റിയതല്ല. പങ്കാളിക്ക് നമ്മൾ ചില കാര്യങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് മാറ്റേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ വ്യക്തിത്വം മാറ്റണമെന്നല്ല, എന്നോട് മാത്രമല്ല ആരോട് ഇങ്ങനെ സംസാരിച്ചാലും അവർക്ക് വേദനിക്കുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അത്തരം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലൈഫ് സ്റ്റൈലിൽ നിന്നും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും മഞ്ജിമ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ നടിയുടെ പുതിയ അഭിമുഖമാണ് ചർച്ചയായി മാറുന്നത്. നേരത്തെ മുതൽ എനിക്ക് ഹോർമോൺ ഇഷ്യൂസ് ഉണ്ട്. അതിന്റെ കൂടെയാണ് മൈൻഡ്ലെസ് ഈറ്റിംഗും. അതൊരു അൾട്ടിമേറ്റ് കോമ്പിനേഷനാണ്. എല്ലാം ചിന്തയിൽ നിന്നും ഓരോ വിഷയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നും ഉണ്ടാകുന്നുവെന്നാണ് ഞാൻ കരുതുന്നത്. എന്തിന് പ്രാധാന്യം കൊടുക്കണമെന്നതിൽ തിരുത്തൽ വരുത്തിയാൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. ജീവിതം കൂടുതൽ എളുപ്പമാകും. സ്ട്രെസ് പലർക്കും പലതരത്തിലാണ്. ചിലർ ഉറങ്ങും, മറ്റു ചിലർക്ക് ഉറക്കമുണ്ടാകില്ല. ചിലർ നന്നായി ഭക്ഷണം കഴിക്കും. സ്ട്രെസ് വരുമ്പോൾ മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. ഞാൻ ഭരതനാട്യം ഡാൻസറാണ്. അടുത്തിടെയായി വീണ്ടും നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. സർജറി കഴിഞ്ഞ സമയത്ത് നൃത്തത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയായിരുന്നു. ഡാൻസ്, പെയിന്റിംഗ് എന്നിവയെല്ലാമാണ് എന്റെ സ്ട്രെസ് കുറയ്ക്കുന്നത്. അതുപോലെ ഒരുപാട് പാട്ട് കേൾക്കും. ഞാൻ പാട്ട് പാടാറില്ല, പക്ഷേ ഗൗതം നന്നായി പാട്ട് പാടും. അടുത്തിടെയായി പാചകവും പഠിച്ചു. അതും ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടാറുണ്ട്. മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നയാൾ കൂടിയാണ് ഞാൻ. അതിൽ പലതും നടക്കാറുമുണ്ടെന്ന് മഞ്ജിമ പറയുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ കമന്റുകൾ എന്നെ ബാധിക്കാറില്ല. ആരുടെയോ ഫ്രസ്ട്രേഷൻ ഇരകൾ മാത്രമാണ് നമ്മൾ. ആരോടുള്ള ആരുടെയോ ഫ്രസ്ട്രേഷൻ സമയത്ത് നമ്മുടെ ഫോട്ടോ ആണ് സോഷ്യൽ മീഡിയയിൽ ആദ്യം കാണുന്നതെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ നമ്മുടെ കമന്റിൽ തീർക്കും. ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത ചിലർ പറയുന്ന കാര്യത്തിന് എന്തിനു മാനസികമായി തളരണമെന്ന നിലയിൽ ഇപ്പോൾ അതിനെ അവഗണിക്കാൻ എനിക്ക് സാധിക്കും. ഇപ്പോൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കത് വിഷയമല്ല. പക്ഷേ അത്തരം കമന്റുകൾ ഗൗതമിനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും, നല്ല ദേഷ്യം വരും. മോശം കമന്റുകൾ എന്നെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ, എന്നെ സ്നേഹിക്കുന്നവരെ ബാധിക്കുന്നത് എനിക്ക് സഹിക്കില്ലെന്ന് മഞ്ജിമ പറയുന്നു. വിവാഹശേഷം ചോദ്യങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. കോയിന് 2 വശങ്ങളുണ്ടാകുമല്ലോ. പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവും സ്വീകരിക്കാൻ ഇത്തരം ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ തയ്യാറാകണം. സ്ട്രോങ് ആയി ഇരിക്കുക എന്നതും പ്രധാനമാണ്. പക്ഷേ ആദ്യത്തെ 2 സിനിമ കഴിയുമ്പോഴേക്കും സ്ട്രോങ് ആകില്ല. അതിനും സമയമെടുക്കും. നിങ്ങൾ നിങ്ങളായി ഇരിക്കാൻ എല്ലാവരും പറയുമെങ്കിലും അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോഴും നെഗറ്റീവ് കമന്റ്സ് വരുമെന്നും മഞ്ജിമ പറഞ്ഞു. ഒരു വടക്കൻ സെൽഫി റിലീസിന് ശേഷം ഉണ്ടായ വേദനിപ്പിച്ച അനുഭവം മഞ്ജിമ SS മ്യൂസിക് എന്റർടൈൻമെന്റ്സിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം മോണിറ്റർ നോക്കുന്ന ശീലം എനിക്കില്ല. എന്താണോ സംവിധായകനും എഴുത്തുകാരും ആഗ്രഹിച്ചത് അത് മോണിറ്ററിൽ വന്നാൽ അവർ ഓക്കെ പറയും. അതിനപ്പുറം എന്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ അത് പ്രേക്ഷകരുടെ വിധിയാണ്. ഒരു വടക്കൻ സെൽഫി എന്ന എന്റെ ആദ്യ ചിത്രത്തിലെ ക്ലൈമാക്സിലെ ഒരു രംഗം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംവിധായകരും കൂടെ അഭിനയിച്ചവരും ടെക്നീഷ്യനും എല്ലാം കൈയടിച്ചു. സൂപ്പർ എന്ന് പറഞ്ഞു. എനിക്കും വളരെ അധികം സന്തോഷം നൽകിയ നിമിഷമായിരുന്നു അത്. പക്ഷേ സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ റിയാക്ഷൻ നേരെ വിപരീതമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ആ രംഗം പിന്നീട് ട്രോൾ മെറ്റീരിയലായി മാറി. എന്നെ സംബന്ധിച്ച് അത് ഷോക്കായിരുന്നു. അന്ന് 21 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ സിനിമ. അത്രയും വലിയ ട്രോൾ നേരിടാനുള്ള മാനസിക പക്വത ഉണ്ടായിരുന്നില്ല എനിക്കെന്നല്ല, ഏതൊരാൾക്കും അത്രയും ഒരു വലിയ അപമാനം പരസ്യമായി നേരിടുക എന്നത് വളരെ പ്രയാസമായ ഒന്നാണ്. പക്ഷേ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് നിവിൻ ഒരു മുന്നറിയിപ്പ് തന്നിരുന്നു. ചിലപ്പോൾ ചില നെഗറ്റീവുകൾ നിനക്ക് വന്നേക്കാം എന്ന്. പക്ഷെ ഞാൻ അത് കാര്യമായി എടുത്തില്ല. ചെറിയ കളിയാക്കലുകളാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ അതിനപ്പുറമായിരുന്നു ആ സീനിന്റെ സമയത്ത് ജനങ്ങളിൽ നിന്നും ഉണ്ടായ റിയാക്ഷൻ. ചത്താൽ മതിയെന്ന് വരെ അന്ന് അവിടെ വെച്ച് തോന്നി. സംവിധായകൻ പറഞ്ഞതാണ് ഞാൻ ചെയ്തത്. ആ സംഭവം പിന്നീട് എനിക്ക് ട്രോമയായി, കോൺഫിഡൻസിനെ പോലും ബാധിച്ചു എന്ന് മഞ്ജിമ പറയുന്നു. വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അധികം ഫോട്ടോ പങ്കുവയ്ക്കാതായതോടെ 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും വേർപിരിയൽ ഗോസിപ്പ് നേരിട്ടതായും മഞ്ജു പറഞ്ഞിരുന്നു. ഞങ്ങൾ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. എല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുമല്ല. ഞങ്ങളുടെ മനോഹര നിമിഷത്തിൽ എടുക്കുന്ന ഫോട്ടോകളിൽ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നത് മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഞങ്ങൾ 2 പേരും എന്താണ് ഞങ്ങളുടെ ജീവിതം എന്ന് സോഷ്യൽ മീഡിയ തുറന്നു കാണിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. പക്ഷേ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോൾ ഒരുമിച്ചുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് വല്ലാതെ സമ്മർദ്ദം ഉണ്ടാവാറുണ്ട്. വിവാഹശേഷമുള്ള ആദ്യത്തെ പൊങ്കലിന് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ നിർബന്ധിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ക്രിസ്മസിനും ന്യൂ ഇയറിനും എല്ലാം ഫോട്ടോ പോസ്റ്റ് ചെയ്തില്ലെങ്കിലും ആളുകൾ മറ്റൊരു തരത്തിൽ കഥകൾ മെനയും. തന്റെ വിവാഹത്തെക്കുറിച്ച് വന്ന നെഗറ്റീവ് കമന്റുകൾ മാനസികമായി തളർത്തിയിരുന്നെന്നും മഞ്ജിമ പറയുന്നു. ആ അവസ്ഥയിൽ താൻ തളർന്നിരിക്കുമ്പോൾ എന്തും തുറന്നു സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഗൗതം തന്നു. അതാണ് ഞങ്ങളുടെ മാരേജ് ലൈഫിന്റെ അടിത്തറ. തുടക്കത്തിൽ തന്നെ നമ്മൾ പരസ്പരം മനസ്സിലാക്കാതെ വിഷമിച്ചിരിക്കുന്നതിന് കാരണം മറ്റെന്തെങ്കിലും ആണെന്ന് ഗൗതം ഊഹിച്ചു മാറിയിരുന്നുവെങ്കിൽ തുടക്കത്തിലെ പ്രശ്നങ്ങൾ വന്നേനെ. പ്രോപ്പറായ കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു ദാമ്പത്യത്തിന്റെയും അടിത്തറയെന്നും താരം പറഞ്ഞു. പഴയകാല നടൻ കാർത്തിക്കിന്റെ മകനാണ് ഗൗതം കാർത്തിക്. നടി രാഗിണിയാണ് ഗൗതം കാർത്തിക്കിന്റെ അമ്മ.
കാർത്തികും രാഗിണിയും ഏറെക്കാലമായി അകന്നു കഴിയുകയാണ്. അമ്മയാണ് തന്നെയും സഹോദരനെയും വളർത്തിയതെന്ന് ഗൗതം ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയുണ്ടായി. വിവാഹം വളരെ ലളിതമായി നടത്തിയത്. വിവാഹത്തിന് മുൻപേ ഗർഭിണിയായതിനാലാണ് ഗൗതമിന്റെ അച്ഛൻ കാർത്തികിന് വിവാഹത്തിൽ സമ്മതമില്ലായിരുന്നു എന്നൊക്കെയായിരുന്നു വാർത്തകൾ. ശരീരം വണ്ണം കൂടിയതിന്റെ പേരിലായിരുന്നു മറ്റൊരു ഗോസിപ്പ്. പിതാവ് കാർത്തികിന്റെ എല്ലാ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും കൂടെയാണ് വിവാഹം നടന്നത്. അദ്ദേഹം അത്രയധികം ഹാപ്പിയായിരുന്നു എന്നും മഞ്ജിമ വ്യക്തമാക്കിയിട്ടുണ്ട്.